തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷനെതിരെ കുട്ടിയുടെ പിതാവ് അരുൺകുമാർ. സർക്കാർ അഭിഭാഷകർ കേസ് ആവശ്യമായ ഗൗരവത്തോടെ പഠിച്ച് കോടതിയിൽ അവതരിപ്പിച്ചില്ലെന്ന സംശയം തനിക്കുണ്ട്. അതാണ് ജാമ്യം ലഭിക്കാൻ കാരണം. വിഷയത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് പരാതി അറിയിക്കുമെന്നും അരുൺകുമാർ പറഞ്ഞു. സർക്കാർ ശക്തമായി ഇടപെട്ടാൽ മാത്രമേ കേസ് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഈ കേസിനായി പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, നിയമവകുപ്പ് എന്നിവരോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ വക്കീലന്മാരാണ് നമുക്ക് വേണ്ടി ഹാജരാകുന്നത് വാദിഭാഗത്തിന് വേണ്ടി. അപ്പോൾ അവരുടെ ഒരു ഉദാസീനതയും കാര്യത്തിൽ അവർ വേണ്ട വിധത്തിൽ കേസ് പഠിച്ച് വാദിച്ചില്ല എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കണം ജാമ്യം കിട്ടിയത് എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേസ് ഹൈക്കോടതിയിലെ വാദത്തിന് വരുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് പ്രത്യേകം ഒരു അപേക്ഷയാണ്. കേസ് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഒരു പുതുതായിട്ടൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഈ കേസിന് വേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച CI ഷിബു സാറും വളരെ സ്തുത്യർഹമായ രീതിയിലാണ് ഈ കേസ് അന്വേഷിക്കുകയും അതിനൊരു പരിസമാപനം വളരെ പ്രശംസനീയമായ രൂപത്തിൽ ഒരു വിധി വാങ്ങിയെടുക്കുകയും ചെയ്തത്. ആ വിധിക്കാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നത്. എന്നാലും ഇതൊരു താൽക്കാലികമായൊരു വിധിയാണ്. ഇത് ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അന്തിമ തീർപ്പല്ല. കേസ് അപ്പീൽ ഇനി ഹൈക്കോടതി പരിഗണിക്കും. ആ സമയത്ത് ആണ് ശരിയായ വാദം നടക്കുന്നത്.